തന്റെ കയ്യിന്ന് ആ വഴിയിലൂടെ മാത്രമേ പണം ഈടാക്കാൻ പറ്റുള്ളൂ. അതെ, നമുക്ക് സംസാരിക്കാൻ ലളിതാമേ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും സംസാരിക്കാനില്ല. അപ്പൊ നമുക്ക് കോടതി വെച്ചിട്ട് കാണാം. എങ്ങനെയുണ്ട് വല്യേട്ട? നല്ലതാ. നല്ലതെന്ന് വെച്ചാ കൊള്ളാം കൊള്ളാം. നല്ല മധുരം ഉണ്ടല്ലേ? മധുരോ? ഞാൻ ഉപ്പാണല്ലോ ഇട്ടത്. ഏട്ടത്തി ഉപ്പിട്ടാലും ഏട്ടന് മധുരിക്കും അല്ലേ ഏട്ടാ? ആണോ ഗിരിയേട്ടാ? ശരി. അതെ, നേരത്തെ വരണേ. ഏട്ടത്തിയമ്മയ്ക്ക് ഒരു നേരം പോലും ഏട്ടന് പിരിഞ്ഞിരിക്കാൻ വയ്യ അല്ലേ? ബൈ ബൈ. മിസ് യു. ലളിതാമേ പറയൂ. എടോ പത്മനാഭ, വാക്കിന് വിലയില്ലാത്തവനെ, ചതിച്ചിട്ടും അപമാനിച്ചിട്ടും നീ അവിടെ സ്വസ്ഥായിട്ട് കഴിയാണോ? ഞാൻ ഇവിടെ സ്വസ്ഥമായിട്ട് കഴിയുകയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? പുറത്തിറങ്ങാൻ പറ്റാത്ത മാനസികാവസ്ഥയിൽ ഞാൻ ഇതിനകത്ത് കഴിയേ? അല്ലെങ്കിൽ ലളിതാമേ, ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് കണ്ടേന്നെ. ഇയാളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അതിന്റെ ആവശ്യം എന്താ? അല്ല ലളിതാമേ, നിങ്ങളുടെ കുടുംബമായിട്ടുള്ള ബന്ധം നിലനിർത്തണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാനത് വിശ്വത്തിനോട് പറയുകയും ചെയ്തു. തന്നോട് ഒരു ബന്ധത്തിനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ പറയല്ലേ ലളിതാമേ. എടോ, ഞാൻ തന്നെ വിളിച്ചതേ ബന്ധം പുതുക്കാനോ സൗഹൃദ സംഭാഷണത്തിനോ അല്ല. താനും തന്റെ മകളും കാരണം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ ധനനഷ്ടത്തിനും മാനഹാനിക്കും പരിഹാരം കാണണം. അല്ല, അതിപ്പോ പരിഹാരം എന്ന് പറയുമ്പോ 1 കോടി. 1 കോടി രൂപ ഞങ്ങൾക്ക് കിട്ടണം. അല്ല, 1 കോടിയോ? അതെ. താനെന്താടോ ഇത് കളിവിളയാട്ടാണെന്ന് വിചാരിച്ചോ? തന്റെ മോള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടിപ്പോയപ്പോ മുടങ്ങിപ്പോയത് എന്റെ പേരക്കുട്ടിയുടെ വിവാഹം. അത് നിസ്സാരാണെന്ന് വിചാരിച്ചോ? ശരിക്കും 1 കോടി കിട്ടിയാൽ പോലും തീരില്ല ഞങ്ങൾക്കുണ്ടായ മാനക്കേട്. എങ്കിലും ഞങ്ങളുടെ ഒരു മനസമാധാനത്തിന് 1 കോടിയെങ്കിലും കിട്ടണം. അത് ഈ 1 കോടി എന്നൊക്കെ പറയുമ്പോ 100 ലക്ഷം. വലിയ ബിസിനസ്സുകാരന് കണക്കൂട്ടാൻ പ്രയാസമുണ്ടോ? അല്ല ലളിതാമേ, നിന്ന നിപ്പില് ഇത്രയും രൂപ മാനനഷ്ടമായിട്ട് ചോദിച്ചാല് എന്താ തനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടോ? അതല്ല, നിങ്ങൾക്കുണ്ടായ മാനനഷ്ടത്തിന് എത്ര രൂപ തന്നാലും തീരെയല്ലെന്ന് എനിക്കറിയാം. എന്നാലും
ഞാൻ ചോദിക്കേ, ആ പണം തന്നെ അവസാനിപ്പിക്കാത്ത ബന്ധമാണോ നമ്മൾ കുടുംബങ്ങൾ തമ്മിലുള്ളത്? എടോ പത്മനാഭ, തന്റെ ഉരുട്ടലും മയക്കലും ഒന്നും എന്നോട് വേണ്ട. 1 കോടി പണമായിട്ട് തന്നെ എനിക്ക് കിട്ടണം. ലളിതാമ്മേ, ഞാൻ പറയുന്നൊന്ന് ആലോചിക്കേ. ഒന്നും ആലോചിക്കാനില്ല. പണം ചോദിക്കുമ്പോ താനിങ്ങനെ ഉരുണ്ട് കളിക്കുമെന്ന് എനിക്ക് നല്ലോണം അറിയായിരുന്നു. താനായിട്ട് പണം തരണ്ട, ഞാൻ കോടതിയിലൂടെ വാങ്ങിക്കോളാം. തന്റെ പേരിൽ ഞാൻ 1 കോടി രൂപയുടെ മാനനഷ്ട കേസ് കൊടുക്കാൻ പോവുക. അല്ല, ഈ കേസും കോടതിയൊക്കെ വേണോ ലളിതാമ്മേ? വേണം. തന്റെ കയ്യിന്ന് ആ വഴിയിലൂടെ മാത്രമേ പണം ഈടാക്കാൻ പറ്റുള്ളൂ. അതെ, നമുക്ക് സംസാരിക്കാം ലളിതാമ്മേ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും സംസാരിക്കാനില്ല. അപ്പൊ നമുക്ക് കോടതി വെച്ചിട്ട് കാണാം. ഹലോ ഹലോ ലളിതാമ്മേ, പടനിലത്ത് പത്മനാഭൻ എന്തു പറഞ്ഞു? അയാൾ ഓരോ അവത പറയുക. അതുകൊണ്ടാ കോടതിയിൽ കാണാന്ന് ഞാൻ കടുപ്പിച്ചു പറഞ്ഞത്. മുത്തശ്ശി, വളരെ തന്ത്രപരമായിട്ട് വേണം ഈ കാര്യം കൈകാര്യം ചെയ്യാൻ. ബുദ്ധിപരമായിട്ട് വേണം ഓരോ നീക്കവും. പത്മനാഭ മുതലാളിയെ വെറുപ്പിക്കണ്ട. അയാളെ വളക്കേ പാടുള്ളൂ, ഒടിക്കരുത്. പെണ്ണ് പെണ്ണിന്റെ വഴിക്ക് പോയെങ്കിലും പത്മനാഭന്റെ കോടികൾ മതിക്കുന്ന സ്വത്ത് അതെങ്ങനെങ്കിലും നമുക്ക് സ്വന്തമാക്കണം. എന്താ നീ ഉദ്ദേശിക്കുന്നേ? ഉം. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. സമയമാവുമ്പോ ഞാനത് പറയാം.